നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഞാനിവിടെ പറയാൻ പോകുന്ന 3 പച്ചക്കറികൾ മുള വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാണ്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഒരു കാര്യമാണ് മുള വന്നിട്ടുള്ള ഉള്ളി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഉള്ളി മുള വരുന്ന സമയത്ത് ശരിക്കും അതൊരു ചെടിയായിട്ട്, ഒരു പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അതിൽ ആൽക്കലോയിഡ്, അതുപോലെ തന്നെ എൻ പ്രൊപ്പൈൽ ഡൈ സൾഫൈഡ് എന്നീ പറയുന്ന ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. ഇത് നമ്മുടെ ചുവന്ന രക്താണുക്കളെയും അതുപോലെ തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഛർദി, വയറ്റിൽ നിന്ന് പോവുക, വയറിൽ വേദന എന്നീ പറയുന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മുളപ്പിച്ചിട്ടുള്ള മുള വരുന്ന ഒരു ഉള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് മുള വന്നിട്ടുള്ള ഒരു വെളുത്തുള്ളി. മുള വന്നിട്ടുള്ള വെളുത്തുള്ളിയിലും ഹൈ എമൗണ്ട് ഓഫ് സൾഫറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രക്താണുക്കൾക്ക്, ചുവന്ന രക്താണുക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാക്കുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് മുള വന്നിട്ടുള്ള ഉരുളൻകിഴങ്ങ്. നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മുള വന്ന ഭാഗം നമ്മളിങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു ഭാഗം നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു കാര്യത്തിൽ ഗ്ലൈക്കോ ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ധാരാളമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസും ഉണ്ടാക്കുന്നതിനും കാരണമാക്കുന്നത് കൊണ്ട് ഇതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നമ്മളെപ്പോഴും ഉരുളൻകിഴങ്ങ്, ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി എന്നിവ എപ്പോഴും നമ്മൾ പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യരുത്. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ബാക്കി അതിലിരിക്കുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സിന്റെയും മോയ്സ്ചർ കാരണം ഇതിൽ പെട്ടെന്ന് മുള വരാനുള്ള ഒരു സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്ത് മാത്രം ഇവ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇത് ഒരു ദിവസം കൊണ്ട് കഴിച്ചതുകൊണ്ട് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും എന്നല്ല പറയുന്നത്. നമ്മൾ നിത്യേന നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ.